പിതാവിനും പുത്രനും പരിശുദ്ധർവായക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. സെഖര്യാ പ്രവാചകനെ കുറിച്ചാണ് നാം ചിന്തിച്ച് തുടങ്ങിയത്. സെഖര്യാവ് എന്ന വാക്കിന്റെ അർത്ഥം യഹോവ ഓർത്തിരിക്കുന്നു എന്നാണ്. സെഖര്യാവിന്റെ പ്രവചനത്തിലുടനീളം വ്യാപിച്ചിട്ടുള്ള ഒരു പ്രമേയമാണിത്. ഇസ്രായേൽ ജനതയുടെ പിതാക്കന്മാരോട് താൻ ചെയ്തിട്ടുള്ള വാഗ്ദാനം യഹോവ ഇപ്പോൾ ഓർത്തിരിക്കുന്നു. അതിനാൽ അവർ അനുഗ്രഹീതരായി തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 30ഓളം പേർക്ക് സെഖര്യാവ് എന്ന പേരുണ്ട്. ഒരു ആൺ പൈതലിനെ ലഭിച്ചതിൽ ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ടായിരിക്കാം സാധാരണ ആ നാമധേയം നൽകപ്പെട്ടത്. തന്റെ പൂർവികന്മാരായ ഇരമ്യാവ്, യഹസ്കേൽ എന്നിവരെ പോലെ സെഖര്യാവും പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം സെഖര്യാവിന്റെ പുത്രനും ഇദോവിന്റെ പൗത്രനുമാണെന്ന് 1-ാമത്തെ അധ്യായത്തിന്റെ 1-7 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിലും 6-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലും ഇതിന്റെ സൂചന നമുക്ക് തിരിച്ചറിയാം. തന്റെ യൗവനകാലത്ത് തന്നെ ദൈവം സെഖര്യാവിനെ തന്റെ പ്രവാചകനായി വിളിച്ച് വേർതിരിച്ചു. യഹൂദ പാരമ്പര്യമനുസരിച്ച് തിരുവെഴുത്തുകളെ സമാഹരിച്ച ദൈവാലയ സമിതിയിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. സെഖര്യാവിന്റെ മകനായ ഈ സെഖര്യാവ് യാഗപീഠത്തിനും മന്ദിരത്തിനും ഇടയിൽ വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന്റെ സൂചനയാണ് വിശുദ്ധ മത്തായിയുടെ രക്ഷാകരമായ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. മറ്റൊരു സെഖര്യാവും അതിനു മുമ്പ് ഇതേവിധം കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ ഒരുപോലെ ഈ മുഴുവൻ പുസ്തകത്തിന്റെയും എഴുത്തുകാരൻ സെഖര്യാവ് തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എഴുതിയ കാലം ഏതാണ്ട് BC 480-നും 470-നും ഇടയ്ക്കായിരിക്കാനാണ് സാധ്യത. മശിഹായെ സംബന്ധിച്ച വളരെ വ്യക്തമായ ഒട്ടനവധി പ്രവചനങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ക്രിസ്തുവിന്റെ 2 ആഗമനങ്ങളെയും ഈ ഗ്രന്ഥം ചിത്രീകരിക്കുന്നുണ്ട്. ദാസൻ എന്ന പോലെ രാജാവായും മനുഷ്യനെന്ന പോലെ തന്നെ ദൈവമായും പ്രവാചകൻ ക്രിസ്തുവിനെ ദർശിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സെഖര്യാവിന്റെ നിരീക്ഷണങ്ങളിൽ ചിലത് നമുക്കിപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. 1, അവൻ യഹോവയുടെ ദൂതനാണ്. 3-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ. 2, നീതിയുള്ള മുളയാണവൻ. 3-ാമത്തെ അധ്യായത്തിന്റെ 8, 6-ാമത്തെ അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. 3, 7 കണ്ണോടുകൂടിയ കല്ല്. 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 4, പുരോഹിതനായ രാജാവ്. 6-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. താഴ്മയുള്ള രാജാവ്. 9-ാമത്തെ അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. 6, മൂലക്കല്ലും ആണിയും പടവില്ലും. 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 7, 30 ശേക്കെൽ വെള്ളിക്ക് വിൽക്കപ്പെട്ട നല്ല ഇടയൻ. 11-ാമത്തെ അധ്യായത്തിന്റെ 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 8, കുത്ത് ഏറ്റവൻ. 12-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 9, പാപപരിഹാരത്തിന്റെ ഉറവ. 13-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം. 10, ആടുകൾ ചിതറിപ്പോകുമാറ്
വെട്ടേറ്റ ഇടയൻ 13-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. 11 വരുവാനിരിക്കുന്ന ന്യായാധിപതിയും നീതിയുള്ള രാജാവും 14-ാമത്തെ അധ്യായം. ഇങ്ങനെ സെഖര്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അനേകം പ്രവചനങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. പുതിയ നിയമത്തിൽ ഇതെല്ലാം പരാമർശിക്കപ്പെടുന്നതായിട്ടും നാം കാണുന്നുണ്ട്. ഇന്നത്തെ പഠനം ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തന്റെ അദൃശ്യമായ കരങ്ങളിൽ നമുക്കുള്ള സകലത്തെയും സംവഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.